സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നാട്ടിൽ പോയിട്ട് ഞാൻ തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന യാത്രയിലാണ്. അതിനിടയിൽ വണ്ടി ഒതുക്കിയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം ദിലീപ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആൻ കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയുന്ന ദിലീപിന് നീതി കിട്ടിയിരിക്കുകയാണ്. എങ്ങനെയാണ് നീതി കിട്ടിയിരിക്കുന്നത്? ദിലീപിനെ കഴിഞ്ഞ 9 വർഷമായിട്ട് വേട്ടയാടിക്കൊണ്ടിരുന്ന ഒരു വലിയ വിഷയമായിരുന്നു യുവനടി, അല്ലെങ്കിൽ നമ്മുടെ നടിയെ ആക്രമിച്ച കേസ് എന്ന് പറയുന്നത്. യുവനടിയല്ല, നടിയെ ആക്രമിച്ച കേസ്. ആ നടിയുടെ പേര് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. അതിജീവിത എന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ ആ അതിജീവിതയുടെ ആ ഒരു പരാതിയിന്മേൽ ദിലീപിനെ 8ാം സ്ഥാനത്തേക്കാണ് മാറ്റിയത്. അതായത് ഈ ഗൂഢാലോചന ദിലീപിന്റെ ഭാഗത്തു നിന്നുണ്ടായതാണ്, പൾസർ സുനിയൊക്കെ ദിലീപാണ് അറേഞ്ച് ചെയ്തതെന്നുള്ള രീതിയിലേക്ക്, ആ ഒരു രീതിയിലേക്കാണ് കേസ് പോയത്. അപ്പോൾ ഗൂഢാലോചനയുടെ ഒരു സൂത്രധാരൻ എന്നുള്ള രീതിയിൽ ദിലീപിനെതിരെയാണ് പരാതികൾ ഉണ്ടായിരുന്നത്. അങ്ങനെ ദിലീപിനെതിരെ പരാതി ഉണ്ടായി. ദിലീപ് ഇപ്പോൾ കുറ്റവിമുക്തനായിരിക്കണം. 8ാം പ്രതിസ്ഥാനത്തായിരുന്നു ദിലീപ് ഉണ്ടായിരുന്നത്. ഇന്ന് കോടതിയിൽ വിധി വന്നപ്പോൾ ദിലീപിനെ നിരുപാധികം വിട്ടയക്കുകയാണ് ചെയ്തത്. ദിലീപിന്റെ ഭാഗത്ത് കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള തെളിവുകളോ ആരോപണങ്ങളോ ഒക്കെ നിലനിൽക്കുന്നതല്ല എന്നാണ്, അല്ലെങ്കിൽ തെളിവുകളില്ല എന്നാണ് കോടതി പറഞ്ഞത്. അപ്പോൾ ഇതിന് പിന്നാലെ ദിലീപിനെതിരെ വലിയ രീതിയിൽ കളിച്ച ആളുകൾക്കൊക്കെ വലിയ വിഷമമാണ് ഉണ്ടായത്. ഇരയ്ക്ക് നീതി കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇരയാക്കപ്പെട്ട പെൺകുട്ടിക്ക് നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൽ ശരിക്കും കളിച്ച ആളുകളെ അറസ്റ്റ് ചെയ്യണം. പക്ഷേ ഇതിൽ ദിലീപ് ഉണ്ടായിരിക്കണമെന്നുള്ളത് ചില ആളുകളുടെ ഇന്റൻഷനാണ്. മഞ്ജു വാര്യരുടെ ഒരു പ്രസംഗത്തിൽ മഞ്ജു വാര്യർ പറയുന്ന വാക്ക് കേട്ടിട്ടാണ് ദിലീപിനെ പ്രതിസ്ഥാനത്തിലേക്ക് ആഡ് ചെയ്തത്, അല്ലെ ദിലീപിന് ഇതിൽ പങ്കുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൽ പല ആളുകളും പറയുന്ന പണം ഉണ്ടെങ്കിലും എല്ലാത്തിനും, ഏത് കോടതിക്ക് മുകളിൽ പണം കെട്ടി വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും സിമ്പിളായിട്ട് ഊരി പോകാമെന്നാണ്. ഇത് ശരിക്കും ഒരു വിധിയല്ല, അല്ലെങ്കിൽ ഒരു നീതിയല്ല എന്നാണ് പലരും പറയുന്നത്. എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ പറയുന്നത്? ദിലീപ് തന്നെ കുറ്റക്കാരനാകണമെന്നുള്ളൊരു ആഗ്രഹമാണോ, അത് ഇരയാക്കപ്പെട്ട പെൺകുട്ടിക്ക് നീതി കിട്ടണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഇവർ പറയുന്നത്? ദിലീപിനെ തകർത്തെറിയണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. നമുക്കറിയാം, ഏതൊരു വേഷം കിട്ടിയാലും, അത് കോമഡി ആയിക്കോട്ടെ, ട്രാജഡി ആയിക്കോട്ടെ, റൊമാൻസ് ആയിക്കോട്ടെ, ഏതുമായിക്കോട്ടെ, ഏത് വേഷം കിട്ടിയാലും അതിനെയെല്ലാം ഒന്നിനൊന്ന് മികച്ചതാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അടിപൊളിയായിട്ട് ചെയ്യുന്ന ഒരു നടൻ തന്നെയായിരുന്നു ദിലീപ് എന്ന് പറയുന്നൊരു മനുഷ്യൻ. ആ മനുഷ്യന് ഈ പ്രശ്നങ്ങൾക്കെല്ലാം ശേഷം അയാൾക്കൊന്നും ചെയ്യാൻ പറ്റാതെ അയാളെല്ലാം പൂർണ്ണമായിട്ടും തകർന്നു പോയിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു നമ്മൾ കണ്ടത്. അപ്പോൾ ആ അവസ്ഥയിൽ ദിലീപിനെ ആക്കിയത് ആരാണ്? ദിലീപിനെതിരെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും കൊണ്ടുവന്നിട്ട് ദിലീപാണ് പ്രശ്നക്കാരനെന്ന് പറയാൻ വേണ്ടിയിട്ട് കളിച്ച ഫെമിനാസിത്തരമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ആക്രമിക്കപ്പെട്ട നടിക്ക് ഫെമിനാസിത്തരം ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ആ നടിയെ പിന്തുണയ്ക്കുന്ന മാലാ പാർവതി അതുപോലെയുള്ള കുറച്ച് ആളുകൾ, അവർ ഫെമിനാസിത്തരമാണ്, അല്ലെങ്കിൽ ശുദ്ധ ഫെമിനിസ്റ്റുകളാണ്. അപ്പോൾ അവരാണ് ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര രീതിയിൽ സംസാരിക്കുന്നത്. ഈ ഘോര പ്രസംഗം നടത്തുക എന്നൊക്കെ പറയുന്നത്, കവലയിൽ പ്രസംഗം നടത്തുന്നത് പോലെ വലിയ പ്രസംഗങ്ങൾ നടത്തുന്ന ദിലീപിനെ കുറ്റക്കാരനാക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ്. അപ്പോൾ കോടതിക്ക് കാര്യം മനസ്സിലായി, ദിലീപിനെ എന്തിന്റെ പേരിലാണ് കൊടുക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത്, ദിലീപിന് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ളത് മനസ്സിലായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അങ്ങനെ പങ്കില്ല എന്നുള്ളത് മനസ്സിലായതുകൊണ്ട് തന്നെ ദിലീപിനെ നിരുപാധികം വിട്ടയച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊരു വലിയൊരു ആഘോഷമാക്കുകയാണ് കേരളക്കരയിൽ ദിലീപിനെ ആരാധിക്കുന്ന ഒരുപാട് ആളുകൾ. നമുക്കറിയാം, മൊട്ട അരുൺ, അതായത് അരുൺകുമാർ, ഡോക്ടർ അരുൺകുമാർ, നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ ഈ സദാചാര മനോഭാവമുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് ഡോക്ടർ അരുൺകുമാർ. അപ്പോൾ ഈ രാവിലെ മുതൽ ഈ വിഷയങ്ങൾ വന്നപ്പോഴെല്ലാം ഡോക്ടർ അരുൺകുമാർ വലിയ മെഴുകിലായിരുന്നു. ദിലീപിനെ ഇപ്പോൾ ദിലീപ് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ദിലീപിന്റെ വാഹന വ്യൂഹം പോകുന്നു. ദിലീപ് കുട പിടിച്ചുകൊണ്ട്, അതായത് വീട്ടിൽ നിന്ന് ഒരു കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ കയറാവുന്ന കാറിലേക്ക് കുട പിടിച്ചുകൊണ്ട് പോകുന്നു. ദിലീപിന്റെ അണ്ണാക്കിൽ കൂടി വരെ ക്യാമറയും കൊണ്ട് പോകുന്ന രീതിയിലാണ് ഇവന്മാർ പരിപാടികൾ ചെയ്തത്. എന്തോ വലിയൊരു കൊലക്കേസ് പ്രതി പോകുന്നത് പോലെയുള്ള പരിപാടി. അപ്പോൾ അത്രയത്തിനൊന്നും ആവശ്യമില്ല. ഇതൊക്കെ വലിയ പ്രഹസനങ്ങളാണ്. അതായത് ദിലീപിനെ ഇല്ലാതെയാക്കണം. ദിലീപിന് തിരികെ വരുമോ? ആ പോയ കാറിൽ ദിലീപ് പോയ വഴിയിൽ കൂടി അങ്ങനെ പോവുള്ളൂ, ദിലീപ് തിരികെ വരാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഇവൻ കളിച്ചത്. ഇപ്പോൾ അവനൊക്കെ മറുപടി കിട്ടി. അന്നനാളം നിറഞ്ഞു, അല്ലെ അണ്ണാക്ക് നിറഞ്ഞു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ദിലീപിനെ വെറുതെ വിട്ടിരിക്കുകയാണ്. ഇനി നിനക്ക് എന്താണ് മൊട്ടയാരനെ പറയാനുള്ളത്? ഇനിയാണ് നിന്റെയൊക്കെ അന്ത്യം കുറിക്കാൻ പോകുന്നത്, അല്ലെ ഇനിയാണ് നിന്റെയൊക്കെ അവസാനം? നീയൊക്കെ കാണിക്കുന്ന വൃത്തികെട്ട പരിപാടികൾ, അല്ലെങ്കിൽ മാമാ പണി, അല്ലെങ്കിൽ മഞ്ഞപ്പത്രത്തിന്റെ പരിപാടി, ഈ പരിപാടിക്കെല്ലാം ദിലീപ് ഇനിയാണ് മറുപടി നൽകാൻ പോകുന്നത്. എണ്ണി മറുപടി നൽകാൻ പോവുകയാണ്. ഈ ഒരു വിധിക്ക് ശേഷം ദിലീപ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറയുന്നത്, ഇതിൽ കൃത്യമായിട്ടുള്ള ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥ, മേലുദ്യോഗസ്ഥയും അതേപോലെ അവരുടെ ആളുകളുമാണ് ഈ പറയുന്ന ഗൂഢാലോചന നടത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ മാധ്യമങ്ങൾ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ദിലീപേട്ട, അല്ലെ ദിലീപേ, അത് ആരാണെന്ന് നിങ്ങൾക്ക് പറയാമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ദിലീപ് പറയുന്നത്, കഴിഞ്ഞ 9 വർഷമായിട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, ഇത് നിങ്ങൾ തന്നെ ഞാൻ കണ്ടുപിടിക്കാനെന്നാണ്. അപ്പോൾ നമുക്ക് എന്താണ് അതിനുശേഷം കോടതി വളപ്പിൽ സംഭവിച്ചതെന്നുള്ള വീഡിയോ കണ്ടു നോക്കാം. ദിലീപിനെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടർ ചാനലിൽ എന്തായാലും റിപ്പോർട്ടർ ചാനൽ നമുക്ക് ഇവിടെ ഒഴിവാക്കാൻ പറ്റില്ല. റിപ്പോർട്ടർ ചാനലിന്റെ വീഡിയോ തന്നെ ഞാൻ ആദ്യം കാണിച്ചു തരാം. വലിയ രീതിയിൽ കരഞ്ഞു മെഴുകിക്കൊണ്ട് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ദിലീപിനെ വെറുതെ വിട്ടു, നീതി കിട്ടിയില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്ക് ആ വീഡിയോ കണ്ടു നോക്കാം. എട്ടാമത്തെ പ്രതി ദിലീപിനെ വെറുതെ വിട്ടു. നിരാശാജനകമായ വിധിയാണ് വരുന്നത്. നടിയാക്രമിച്ച കേസിൽ ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു. അപ്പോൾ കൊട്ടേഷൻ നൽകിയുള്ള ബലാത്സംഗ കേസ് എന്നുള്ളത് നിലനിൽക്കില്ല എന്ന രൂപത്തിൽ വിധി വരികയാണ്. 7ാം പ്രതി ചാർലി തോമസ് ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു. 7 പ്രതിയും വെറുതെ വിട്ടിരിക്കുന്നു. 6 പ്രതികൾ മാത്രമാണ് കുറ്റക്കാർ. ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു. കണ്ടില്ലേ, മൊട്ട ഇനി ഇന്ന് പോയിട്ട് വഴിപാട് അർപ്പിക്കും.
അതായത് ദിലീപിനെ വെറുതെ വിട്ടതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ദിലീപിനെ വെറുതെ വിട്ടിനി ഞങ്ങളെ ആരും ഒന്നും ചെയ്യരുതെന്നുള്ള പേരിൽ ഈ ഒരു പരാമർശം, അല്ലെങ്കിൽ കോടതി വിധി വന്നതിന് ശേഷം ആ കോടതി വളപ്പിൽ റിപ്പോർട്ടർ ചാനലിൻ്റെ ടീംസിനെ എല്ലാവരും കൂടി ഇട്ട് എയറിലാക്കുന്ന ഒരു കാര്യമൊക്കെ നമ്മൾ കണ്ടു. ആ വീഡിയോ നിങ്ങൾക്ക് സൈഡിൽ നോക്കി അറിയാൻ പറ്റും. അപ്പോൾ അവൻ പറയുന്നത് ഞങ്ങൾ ആ പെൺകുട്ടികൾക്കൊപ്പമാണ്, അല്ലെ ഇരയാക്കപ്പെട്ട പെൺകുട്ടിക്കൊപ്പമാണ്. അത് തന്നെ അവൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് പറയുകയാണ്. ദിലീപിനെ കൊടുക്കാൻ ശ്രമിക്കുന്നതിനെതിരെ, അല്ലെങ്കിൽ ദിലീപിനെ കുടുക്കിയതിനെതിരെയൊക്കെ തന്നെയാണ് ആളുകളുടെ ജനരോക്ഷം അവിടെ ഉണ്ടാവുന്നത്. അപ്പോഴും അവൻ പറയാണ് ഞാൻ ഇരയ്ക്കൊപ്പമാണ്, ഇരയ്ക്കൊപ്പം നിൽക്കുന്നത് നല്ല കാര്യം തന്നെയാണ്, അങ്ങനെ തന്നെ വേണം. പക്ഷേ ദിലീപിനെ കുടുക്കിക്കൊണ്ട് ഇരയെ കൂടി രക്ഷപ്പെടുത്തണോ, അല്ലെങ്കിൽ ദിലീപിനെ അങ്ങ് അടിച്ചമർത്തി നശിപ്പിച്ച് കളയണം എന്നുള്ളൊരു ഇൻറ്റൻഷൻ. ഞാൻ ആദ്യം പറഞ്ഞു കംപ്ലീറ്റ് ആക്ടർ എന്നുള്ളത്. കംപ്ലീറ്റ് ആക്ടർ എന്ന് ശരിക്കുള്ളൊരു പേര് സിനിമയിലുള്ളത് മോഹൻലാലാണ്. പക്ഷേ ദിലീപിനെ ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപിൻ്റെ അവർ കിട്ടുന്ന റോളുകൾ, ദിലീപ് ചെയ്യുന്ന കൈകാര്യം ചെയ്യുന്ന രീതിയാണ്. ശരിക്കും ദിലീപ് ജനപ്രിയൻ എന്ന് പറയുന്നത് ജനപ്രിയ നായകനാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു ദിലീപ്, ആ ദിലീപിനെയാണ് തകർക്കാൻ വേണ്ടിയിട്ട് പല ആളുകളും കളിച്ചത്. പല ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപിനെ അറിയാവുന്ന അല്ലെങ്കിൽ സിനിമാ മേഖലയിലുള്ള പല ആളുകളും അങ്ങനെയാണ് അവർ കളിച്ചത്. അപ്പോൾ ദിലീപ് ഈ ഒരു വിധിക്ക് ശേഷം പുറത്തേക്ക് വരുമ്പോൾ എന്താണ് ദിലീപിന് പറയാനുള്ളത് കണ്ടു നോക്കാം. ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനൊരു നടപടി ഉണ്ടാക്കിയത്. അതിനായിട്ട് ഈ കേസിലെ മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെനഞ്ഞെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇന്ന് കോടതിയില് ഈ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തകരുകയാണ് ചെയ്തത്. ഈ കേസില് യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ്. സമൂഹത്തില് എന്റെ കരിയർ, എന്റെ ഇമേജ്, എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഇന്ന് എനിക്ക് എന്റെ കൂടെ നിന്ന എല്ലാ കുടുംബാംഗങ്ങളോടും, എന്റെ സുഹൃത്തുക്കളും അവരുടെ കുടുംബങ്ങളോടും, അതുപോലെ എനിക്ക് വേണ്ടി കാണാത്ത കേൾക്കാത്ത ആളുകൾ ഒരുപാട് പേര്, കോടിക്കണക്കിന് ആൾക്കാരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ്. അതുപോലെ ഈ 9 വർഷത്തോളം എനിക്ക് വേണ്ടി അഹോരാത്രം എനിക്ക് വേണ്ടി അത് ആത്മാർത്ഥമായിട്ട് ഡിഫെൻഡ് ചെയ്ത എന്റെ പ്രിയപ്പെട്ട ലോയേഴ്സ്, അതില് നിങ്ങൾക്ക് എല്ലാവർക്കും രാമപിള്ള സാർ, അദ്ദേഹത്തിന് ഞാൻ എന്റെ ജീവിതം കടപ്പാട് ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള സുജേഷ് മേനോൻ, പിന്നെ എന്റെ കോളേജ് മേറ്റ്, എന്റെ സീനിയർ ആയിരുന്ന ഫിലിപ്പ് ടി വർഗീസ്, അദ്ദേഹത്തിന്റെ അസോസിയേറ്റ്സ് ശുഭ, നിത്യ തുടങ്ങി. കണ്ടില്ലേ, ഇതിൽ ദിലീപ് പറയുന്നത് തനിക്കെതിരെ വൻ ആരോപണങ്ങളാണ് ഉണ്ടായത്, അല്ലെ തനിക്കെതിരെ വലിയ ഗൂഢാലോചനകളാണ് ഉണ്ടായത്. ഇങ്ങനെ പറയുമ്പോൾ മാധ്യമങ്ങൾ ചോദിക്കേണ്ട ആരാണ് ദിലീപ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തതെന്ന്. അതിന് ദിലീപ് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്. നമുക്ക് അതുകൊണ്ട് കണ്ടു നോക്കാം. പറഞ്ഞു ഈ ക്രിമിനൽ ഗൂഢാലോചന എന്നുള്ള ഒറ്റ വാക്കിൽ നിന്നാണോ ഇത് ഡെവലപ്പ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്നത്തെ ഒരു ഉയർന്ന മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സംഘം ക്രിമിനൽ കണ്ടുപിടിച്ചത്. നിങ്ങൾ ഇത്ര കാര്യങ്ങളെ 9 വർഷത്തെ കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ പോയിട്ട് വരാം, നല്ല തിരക്കുണ്ട് സാറേ. അല്ല ഇനി എങ്ങോട്ടാ എവിടേക്കിലൊക്കെ പോട്ടെ. കണ്ടില്ലേ, മാപ്രകൾക്ക് ദിലീപ് കൊടുത്ത മറുപടി. എവിടെയെങ്കിലും പോകണ്ടേ, ഒന്ന് പോക്കട്ടെ, കുറച്ച് തിരക്കുണ്ട് പെങ്ങളെ, ഒന്ന് പോക്കോട്ടെ. അതായത് ആരാണ് ദിലീപെ ആ ഗൂഢാലോചന നടത്തുന്നത്, അല്ല ആരാണ് ദിലീപ് ഈ പരിപാടികൾ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ 9 വർഷമായിട്ട് നീയൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഇതോടെ അങ്ങോട്ട് കണ്ടുപിടി എന്നാണ് മാധ്യമങ്ങളോട് ദിലീപ് പറയുന്നത്. ഒരാളെ പ്രതിയാക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരെ പ്രതിയാക്കാനും അവരെ നശിപ്പിക്കാനുമായിട്ട് എല്ലാ പോംവഴികളും ഉപയോഗിക്കുന്ന ഒരു ടീംസാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് മുന്നിൽ നിൽക്കുന്നത് റിപ്പോർട്ടർ ചാനലാണ്. പിന്നെ ഞാൻ ഒരു കമന്റ് കണ്ടു, ദിലീപിനെ
ദിലീപ് കുറ്റക്കാരനല്ല എന്ന് മനസ്സിലാവാനായിട്ട് പ്രധാന കാരണം ദിലീപിന്റെ മകൾ ദിലീപിന്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ദിലീപ് തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തെറ്റുകാരനല്ല എന്നുള്ളത് മനസ്സിലാവുന്ന ഒരു കാര്യം അത് ദിലീപിന്റെ മകൾ ഇപ്പോഴും കൂടെ ഉണ്ടെന്നുള്ളതാണ്. അതിനെ വിമർശിച്ചുകൊണ്ട് പലരും പറയുന്നുണ്ട്. പക്ഷെ ദിലീപ് തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്ക് അന്നും ഇന്നും എന്നും വിശ്വാസമായിരുന്നു. അതിപ്പോൾ പൂർണ്ണമായിട്ട് തെളിഞ്ഞിരിക്കുകയാണ്. കോടതിയിൽ എനിക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട്. മറ്റുള്ളവർ പറയുന്നത് പോലെ കോടതി കാശ് മേടിച്ച് കോഴ വാങ്ങി ഈ പരിപാടി ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ പറയുന്ന ആളുകൾ ദിലീപിനെ കുടുക്കിയേ ആകണം, ദിലീപിനെ പെടുത്തിയേ ആകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളുകൾ തന്നെയാണ്. അപ്പൊ ദിലീപ് എന്തുകൊണ്ടാണ് തനിക്കെതിരെ ഈ ഒരു പ്രശ്നം ഉണ്ടായത്, എങ്ങനെയാണ് തനിക്കെതിരെ ഈ ഒരു പ്രശ്നം അല്ലെ തനിക്കെതിരെ ആരോപണങ്ങൾ വന്നതെന്നാണ് ദിലീപ് പറയുന്നത്. അത് മഞ്ജു വാര്യരും ദിലീപും പറയുന്നത്. മഞ്ജു വാര്യർ അന്ന് ഈ സംഭവം ഉണ്ടായെന്ന് പറയുന്നതും ദിലീപ് ഇപ്പോൾ വിധിക്ക് ശേഷം പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. അതോടെ കേട്ടു. ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ്. ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഉള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം അങ്ങേയറ്റം പൂർണ്ണമായ പിന്തുണ നൽകുക എന്നതാണ് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുക. ഈ കേസില് ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനൊരു നടപടി ഉണ്ടാക്കിയത്. സുഹൃത്തുക്കളെ, ഇത് കണ്ടില്ലേ? അപ്പൊ ഇതില് ഒരാളൊരു കമന്റ് ഇട്ടിട്ടുണ്ട്, ക്യാഷ് ഉണ്ടെങ്കിൽ കോടതി മാത്രമല്ല എല്ലാം വിലക്കെടുക്കാം. അതിൽ ഞാൻ കണ്ടൊരു റിപ്ലൈ, ശ്യാം എന്ന് പറയുന്ന ഒരാൾ റിപ്ലൈ കൊടുത്തിരിക്കുകയാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ സഹോദര, അറിയാൻ പാടില്ലാഞ്ഞിട്ട് ചോദിക്കുകയാണ്. ഈ കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ, പിണറായി വിജയൻ ഓർ CM, ഇവരെല്ലാവരും അന്നും ഇന്നും അതിജീവിതയ്ക്കൊപ്പമാണ്, ദിലീപിനെതിരെ സംസാരിച്ചവർ ആണ്. അങ്ങനെ ആയിരിക്കുമ്പോൾ അവരെക്കാൾ, അതായത് കേരള മന്ത്രിസഭയേക്കാൾ, അതായത് കേരള മുഖ്യനേക്കാൾ മണി പവറും മാൻ പവറും ഉണ്ടെങ്കിൽ അല്ലേ ദിലീപ് വിജയിക്കൂ, അല്ലെ ദിലീപ് ജയിക്കൂ? അപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നത് ഇവരെയൊക്കെ ദിലീപിന് വിലക്കെടുക്കാം എങ്കിൽ അവരെക്കാൾ വലിയതാണോ ദിലീപ്? എന്നാൽ ദിലീപിനോട് പറ കേരളം ഭരിക്കാൻ. അങ്ങനെയാണ് ആൾ റിപ്ലൈ കൊടുത്തിരിക്കുന്നത്. വളരെ വ്യക്തമായിട്ടുള്ള ചോദ്യം. അതായത് കേരള മുഖ്യനെ പോലെ, അല്ലെങ്കിൽ കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഒരു പാർട്ടിയെ പോലെ, ഞാൻ ഒരാളെ പറയുന്നില്ല, എല്ലാ ആളുകളും കൂടി അതിജീവിതയ്ക്കൊപ്പമാണ്, ദിലീപ് തെറ്റിയതാണ്, ദിലീപിനെ കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിന്നാണ്. അപ്പൊ അങ്ങനെ ഇതിൽ ദിലീപിന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടുള്ള പിന്തുണ അവർക്ക് ഈ പറയുന്ന കോടതിക്ക് കൊടുക്കാം. സർക്കാരിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ കോടതിക്ക് അർപ്പിച്ചുകൊണ്ട് ദിലീപിനെ കൊടുക്കാം. എന്തുകൊണ്ട് ദിലീപ് അവിടെ പ്രതിയായില്ല? ദിലീപിന്റെ മണി പവർ കൊണ്ട് മാത്രമാണോ? ദിലീപിന്റെ കഴിവ് കൊണ്ട് മാത്രമാണോ? ദിലീപ് നിരപരാധിയാണെന്നുള്ളത് കോടതിക്ക് മനസ്സിലായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ദിലീപിനെതിരെ കേസ് എടുക്കാനായിട്ട്, അല്ലെങ്കിൽ നടപടി എടുക്കാനായിട്ട് നിയമമില്ല, അല്ലെങ്കിൽ അതിനുള്ള തെളിവില്ല എന്നുള്ളത് കൊണ്ടാണ് ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നത്. അപ്പോൾ ദിലീപിനെ വെറുതെ വിട്ടതിലും വലിയ രീതിയിലുള്ള വിഷമമുള്ള, ദിലീപിനെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ദിലീപിനെതിരെ മെഴുകുന്ന കുറച്ച് ആളുകളുടെ വിഷമമാണ് നമ്മളിവിടെ കാണുന്നത്. എന്തൊരു കഷ്ടമാണല്ലേ! ദിലീപ് എന്ന് പറയുന്ന മനുഷ്യൻ എന്നും ജനങ്ങളുടെ ഹൃദയങ്ങളിൽ, അല്ലെ ജനഹൃദയങ്ങളിൽ ഒരു ജനപ്രിയനാണ്. അത് ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. ദിലീപിനെതിരെ കളിക്കുന്ന ആളുകളൊക്കെ ഇതൊക്കെ ഒന്ന് കണ്ടിരിക്കുക, അല്ലെ ദിലീപിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ, നിങ്ങൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഇവിടെ കോടതിയുണ്ട്, നീതിന്യായ വ്യവസ്ഥയുണ്ട്, നിയമ സംവിധാന വ്യവസ്ഥയുണ്ട്. ഇതൊക്കെ ദിലീപിനെ വെറുതെ വിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ ഭാഗത്ത് കാര്യമായിട്ടുള്ള തെറ്റില്ല, അല്ലെങ്കിൽ അയാൾ നിരപരാധിയാണെന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ട് ബോധ്യമുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇതിന് മുകളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി ഉണ്ടാവട്ടെ. പക്ഷേ 9 വർഷം ഒരു വ്യക്തിയെ ഇട്ട് നശിപ്പിച്ചതാണ് നമ്മൾ കാണുന്നത്. ഒരാണൊരുത്തനെ ഒരു പരാതിയുടെ, ഒരു പരാമർശത്തിന്റെ പേരിൽ മാത്രം അയാളെ ഒരു സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയും അയാളെ കുറ്റവാളിയാണെന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാനും വേണ്ടിയിട്ട് ചില ആളുകൾ കളിച്ച കളി, ആ കളി ഇവിടെ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടിരിക്കുകയാണ്. ഞാനും അതിജീവിതയോടൊപ്പം തന്നെയാണ്. പക്ഷേ ദിലീപിനെ കൊടുക്കണമെന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി മാത്രമാണ് പലരും വരുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾക്ക് അങ്ങനെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.